അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് 10 ക്യാപ്കട്ട് PC ഷോർട്ട് കട്ട്സിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ക്യാപ്കട്ടിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്കിവിടെ റൈറ്റ് സൈഡിലേക്ക് ഇതേ ഇവിടെ ഒരു ഐക്കൺ കാണാം. ഇത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഒരു ഷോർട്ട് കട്ട്സിൻ്റെ ഒരു വിൻഡോ ഓപ്പൺ ആവുന്നതാണ്. ഇവിടെ നമുക്ക് ഒരുപാട് ഷോർട്ട് കട്ട്സ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ നമുക്കിവിടെ വരുത്താവുന്നതാണ്. ഓക്കെ, ഞാൻ ദേ ഇവിടെ ക്യാൻസൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ ഈ ഒരു പ്രൊജക്റ്റ് വിൻഡോയിലേക്ക് നോക്കി ഈ ഒരു വീഡിയോയിൽ എനിക്കൊരു പാർട്ട് മാത്രം മതി എന്നുണ്ടെങ്കിൽ നമ്മൾ ബേസിക് ആയിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മൾ ഈ ഒരു വീഡിയോ ടൈം ലൈനിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം 27 സെക്കൻഡുള്ള വീഡിയോ ഞാൻ ടൈം ലൈനിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം ഇവിടെ വെച്ചാണ് നമുക്ക് വേണ്ട ഒരു ഏരിയ നമ്മൾ സെലക്ട് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ നമുക്കിത് കുറച്ചുകൂടെ സിമ്പിളാക്കാനായിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാം, നമുക്കിത് ജസ്റ്റ് ഇവിടെ ഈ ഒരു പ്രോജക്റ്റ് വിൻഡോയിൽ വെച്ച് തന്നെ നമുക്ക് ഈ വീഡിയോ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും വീഡിയോയുടെ റൈറ്റ് സൈഡിലേക്ക് പ്രിവ്യൂ മോണിറ്ററിൽ നമുക്ക് ഈ വീഡിയോ പ്ലേ ആവുന്നതായിരിക്കും. അപ്പോഴത്തേക്കും നമുക്ക് എവിടെയാണ് ഈ വീഡിയോയുടെ സ്റ്റാർട്ടിങ് വരേണ്ടത് ആ ഒരു ഏരിയയിലേക്ക് ആ ഒരു വൈറ്റ് ലൈൻ എത്തുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് നമ്മുടെ കീബോർഡിലെ ഐ പ്രസ് ചെയ്യുക. അപ്പോഴത്തേക്കും നമുക്കവിടെ ഒരു ഇൻ പോയിന്റ് സെറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ വീഡിയോ കുറച്ചുകൂടെ പ്ലേ ചെയ്യുന്നു. ഈ വീഡിയോയുടെ ഈ ഒരു ഏരിയ വരെ എനിക്ക് മതി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഓ പ്രസ് ചെയ്യുന്നു. ഓ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കവിടെ ഔട്ട് പോയിന്റ് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമുക്കിത് ഇവിടെ തന്നെ നമുക്ക് കാണാം, ഈ ഒരു വീഡിയോയുടെ ഈ ഒരു ഏരിയ മാത്രമാണ് നമ്മളിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. നമ്മളൊരു ഇൻ പോയിന്റും ഔട്ട് പോയിന്റും സെറ്റ് ചെയ്ത് അവിടെ വെച്ച് തന്നെ നമ്മൾ ആ ഒരു വീഡിയോ സെലക്ട് ചെയ്തിട്ടുണ്ട്. സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് കണ്ടില്ലേ, നമുക്ക് ആ സെലക്ട് ചെയ്ത ആ ഒരു 6 സെക്കൻഡ് മാത്രമേ നമുക്കിവിടെ വന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഷോർട്ട് കട്ടാണ് സ്പ്ലിറ്റ് എന്ന് പറയുന്നത്. സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഈ ഒരു വീഡിയോ സെലക്ട് ചെയ്തതിന് ശേഷം ഈ ഒരു പ്ലേ ഹെഡ് ഇരിക്കുന്ന ഈ ഒരു ഏരിയയിൽ എനിക്ക് സ്പ്ലിറ്റ് ചെയ്യണം. സോ അതിനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, കൺട്രോൾ ബി പ്രസ് ചെയ്യുന്നു. കൺട്രോൾ ബി പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ആ വീഡിയോ അവിടെ വെച്ച് സ്പ്ലിറ്റ് ആവുന്നതായിരിക്കും. അൺഡു ചെയ്യാനായിട്ട് നമുക്ക് കൺട്രോൾ ഇസഡ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വീഡിയോസ് ഇവിടെ നമ്മൾ ഒരു 3 വീഡിയോസ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു മൾട്ടിപ്പിൾ ലെയേഴ്സ് ഓഫ് വീഡിയോസ് സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് കൺട്രോൾ ഷിഫ്റ്റ് ബി യൂസ് ചെയ്യാം. കൺട്രോൾ ഷിഫ്റ്റ് ബി യൂസ് ചെയ്താൽ നമുക്ക് മൾട്ടിപ്പിൾ ലെയേഴ്സ് ഓഫ് വീഡിയോസ് സ്പ്ലിറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ഷോർട്ട് കട്ടാണ് ക്രിയേറ്റ് കോമ്പൗണ്ട് ക്ലിപ്പ്. ഇപ്പോൾ ഞാൻ നമ്മുടെ ഒരു ടൈം ലൈനിലേക്ക് ഒരു വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് ഞാനൊരു ക്യാപ്കട്ടിൻ്റെ ഒരു ലോഗോയും ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, എനിക്ക് ഈ 2 ക്ലിപ്പും ഒന്നിച്ച് മെർജ് ചെയ്ത് ഒരു കോമ്പൗണ്ട് ക്ലിപ്പ് ആക്കണം. സോ ഞാൻ എന്ത് ചെയ്യുന്നു, 2 വീഡിയോ സെലക്ട് ചെയ്തതിന് ശേഷം ആൾട്ട് ജി പ്രസ് ചെയ്യുന്നു. ആൾട്ട് ജി പ്രസ് ചെയ്യുമ്പോഴത്തേക്കും അത് രണ്ടും ഒരൊറ്റ കോമ്പൗണ്ട് ക്ലിപ്പായിട്ട് മാറിയിട്ടുണ്ട്. ഈ ഒരു ക്ലിപ്പിലേക്ക് നമുക്ക് ഈ ഒരു 2 എലമെൻറ്റ്സിലേക്കും കൂടെ ഒന്നിച്ച് എന്തെങ്കിലും എഫക്ട്സ് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു കോമ്പൗണ്ട് ക്ലിപ്പിൽ ആഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ എനിക്ക് തിരിച്ച് കോമ്പൗണ്ട് ക്ലിപ്പ് അൺഗ്രൂപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ആൾട്ട് ഷിഫ്റ്റ് ജി പ്രസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ കോമ്പൗണ്ട് ക്ലിപ്പ് അൺഗ്രൂപ്പ് ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ നാലാമത്തെ ഷോർട്ട് കട്ട് നോക്കാം. അതിനായിട്ട് ഞാൻ ഒരു വീഡിയോ ടൈം ലൈനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം റൈറ്റ് സൈഡിലേക്ക് വന്നിട്ട് ഇവിടെ സ്കെയിലിനൊരു കീ ഫ്രെയിം കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ കുറച്ചുകൂടെ റൈറ്റിലേക്ക് കൊണ്ടുവച്ചതിന് ശേഷം ഞാൻ സ്കെയിലിൻ്റെ വാല്യൂ കൂട്ടിയിട്ട് കൊടുക്കുന്നു. അപ്പോഴത്തേക്കും നമുക്കൊരു രണ്ടാമത്തെ ഒരു കീ ഫ്രെയിം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ ഒരു കീ ഫ്രെയിമിൻ്റെ അനിമേഷൻ കർവ് കാണാനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ആൾട്ട് കെ പ്രസ് ചെയ്യുന്നു. ആൾട്ട് കെ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു കർവ് നമുക്കിവിടെ കാണാവുന്നതാണ്. ഈ ഒരു കർവിൽ ഈ ഒരു കീ ഫ്രെയിം സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു കർവൊക്കെ സ്മൂത്ത് ആക്കാവുന്നതാണ്. അതിനുശേഷം ഈ ഒരു അനിമേഷൻ കർവ് ഹൈഡ് ചെയ്യാനായിട്ട് നമുക്ക് വീണ്ടും ആൾട്ട് കെ പ്രസ് ചെയ്യാം. ആൾട്ട് കെ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും അത് ഹൈഡ് ആവുന്നതായിരിക്കും. അതുപോലെ തന്നെ ആൾട്ട് കെ പ്രസ് ചെയ്ത് നമുക്ക് വീണ്ടും അത് എനേബിൾ ആക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഹൈഡ് ചെയ്യാനായിട്ട് നമുക്ക് ആൾട്ട് കെ തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത ഷോർട്ട് കട്ടിലേക്ക് പോകാം. നമ്മുടെ ഈ ഒരു ടൈം ലൈൻ സൂം ഇൻ സൂം ഔട്ട് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഈ ഒരു കൺട്രോൾ പ്ലസ് ആൻഡ് കൺട്രോൾ മൈനസ് യൂസ് ചെയ്യാവുന്നതാണ്. കൺട്രോൾ പ്ലസ് ആൻഡ് മൈനസ് യൂസ് ചെയ്ത് നമുക്ക് ഈ ഒരു ടൈം ലൈൻ സൂം ഇൻ സൂം ഔട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ആറാമത്തെ ഷോർട്ട് കട്ട് നോക്കാം. ആറാമത്തെ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് ഞാൻ ഇവിടെ ടൈം ലൈനിലേക്ക് 2 വീഡിയോസ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഒന്നാമത്തെ ലെയറിലുള്ള ഒരു വീഡിയോയിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്സ് കൊടുക്കണം. സോ ഞാൻ എന്ത് ചെയ്യുന്നു, ടോപ്പിലുള്ള വീഡിയോ സെലക്ട് ചെയ്യുന്നു, വി പ്രസ് ചെയ്യുന്നു. വി പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ടോപ്പിലുള്ള വീഡിയോ ഹൈഡ് ആയിട്ടുണ്ട്. അതിനുശേഷം എനിക്ക് ബോട്ടത്തിലുള്ള വീഡിയോസിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ്സ് കൊടുക്കണമെങ്കിൽ കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഞാൻ ടോപ്പിലെ വീഡിയോ ലെയർ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം അത് എനേബിൾ ചെയ്യാനായിട്ട് വി പ്രസ് ചെയ്യുന്നു. അപ്പോൾ എനേബിൾ ആൻഡ് ഡിസേബിൾ ചെയ്യാനായിട്ട് നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്, വി. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത ഷോർട്ട് കട്ട് എന്താണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു വീഡിയോ ടൈം ലൈനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ ഒരു ഫുൾ സ്ക്രീനായിട്ട് പ്ലേ ചെയ്യാനായിട്ട് കൺട്രോൾ ഷിഫ്റ്റ് എഫ് പ്രസ് ചെയ്യുന്നു. കൺട്രോൾ ഷിഫ്റ്റ് എഫ് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു വീഡിയോ ഫുൾ സ്ക്രീനായിട്ട് പ്ലേ ആവുന്നതായിരിക്കും. അതുപോലെ തന്നെ ബാക്കിലേക്ക് വരാനായിട്ട് നമുക്ക് എസ്കേപ്പ് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, കൺട്രോൾ ഷിഫ്റ്റ് എഫ് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഫുൾ സ്ക്രീൻ, ബാക്കിലേക്ക് വരാനായിട്ട് എസ്കേപ്പ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത ഷോർട്ട് കട്ടിലേക്ക് പോകാം. ഈ ഒരു വീഡിയോ കോപ്പി ചെയ്യാനായിട്ട് ഞാൻ കൺട്രോൾ സി പ്രസ് ചെയ്ത് കോപ്പി ചെയ്യുന്നു. അതിനുശേഷം ഞാൻ ഈ ഒരു പ്ലേ ഹെഡ് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവച്ചതിന് ശേഷം കൺട്രോൾ വി പ്രസ് ചെയ്യുന്നു. കൺട്രോൾ വി പ്രസ് ചെയ്യുമ്പോഴേക്കും ആ വീഡിയോയുടെ കോപ്പി പേസ്റ്റ് ആവുന്നതായിരിക്കും. ഇത് സിമ്പിളായിട്ട് ചെയ്യാനായിട്ട് ഞാൻ ഈ ഒരു വീഡിയോ സെലക്ട് ചെയ്തതിന് ശേഷം ആൾട്ട് ഹോൾഡ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ടോപ്പിലേക്കോ അല്ലെങ്കിൽ റൈറ്റ് സൈഡിലേക്കോ കൊണ്ടുവയ്ക്കുമ്പോഴത്തേക്കും ആ ഒരു ക്ലിപ്പ് കോപ്പി ആവുന്നതായിരിക്കും. സോ
സിമ്പിളായിട്ട് കോപ്പി എടുക്കാനായിട്ട് നമുക്ക് ആൾട്ട് ഹോൾഡ് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ മതിയായിരിക്കും. ഓക്കെ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത ഷോർട്ട് കട്ട് എന്താണെന്ന് നോക്കാം. ഞാനിവിടെ ടൈം ലൈനിലേക്ക് ഒരു വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ട്. ആഡ് ചെയ്തതിന് ശേഷം ഈ ഒരു പ്ലേ ഹെഡ് ഇവിടേക്ക് കൊണ്ടുവച്ചിട്ടുണ്ട്. കൊണ്ടുവച്ചതിന് ശേഷം ഞാൻ ഈ ഒരു ലെഫ്റ്റ് സൈഡിലുള്ള ഈ ഒരു പ്ലേ ഹെഡിന് ലെഫ്റ്റ് സൈഡിലൊക്കെയുള്ള ഏരിയ എനിക്ക് ഡിലീറ്റ് ചെയ്യണം. സോ അതിന് ഞാൻ എന്ത് ചെയ്യുന്നു, കീബോർഡിൽ ക്യൂ പ്രസ് ചെയ്യുന്നു. ക്യൂ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു പ്ലേ ഹെഡിന് ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഏരിയ ഫുള്ളായിട്ട് ഡിലീറ്റ് ആവുന്നതായിരിക്കും. അതിനുശേഷം ഞാൻ ഈ ഒരു പ്ലേ ഹെഡ് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവയ്ക്കുന്നുണ്ട്. കൊണ്ടുവച്ചതിന് ശേഷം ഈ ഒരു പ്ലേ ഹെഡിന് റൈറ്റ് സൈഡിലേക്കുള്ള ഈ ഒരു ഏരിയ ഡിലീറ്റ് ചെയ്യണം. അതിനായിട്ട് ഞാൻ കീബോർഡിലെ W പ്രസ് ചെയ്യുന്നു. W പ്രസ് ചെയ്യുമ്പോഴത്തേക്കും റൈറ്റ് സൈഡിലുള്ള ഏരിയ ഡിലീറ്റ് ആവുന്നതായിരിക്കും. ലെഫ്റ്റ് സൈഡ് ഡിലീറ്റ് ചെയ്യാനായിട്ട് ക്യൂ, അതുപോലെ റൈറ്റ് സൈഡ് ഡിലീറ്റ് ചെയ്യാനായിട്ട് പ്ലേ ഹെഡിന് റൈറ്റ് സൈഡ് ഡിലീറ്റ് ചെയ്യാനായിട്ട് W. ഓക്കെ. അപ്പോൾ നമുക്ക് നമ്മുടെ ലാസ്റ്റത്തെ ഷോർട്ട് കട്ട് എന്താണെന്ന് നോക്കാം. ഞാൻ ഇവിടെ ഒരു എഡിറ്റ് നമ്മുടെ CapCutൽ കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഈ ഒരു പ്ലേ ഹെഡ് കൂടെ വെച്ചിട്ടുണ്ട്. ഈ ഒരു ക്ലിപ്പ് തൊട്ട് എനിക്ക് റൈറ്റ് സൈഡിലേക്കുള്ള എല്ലാ ക്ലിപ്സും സെലക്ട് ചെയ്യണം. അതിന് ഞാൻ സിമ്പിളായിട്ട് എന്ത് ചെയ്യുന്നു, നമ്മുടെ കീബോർഡിലെ റൈറ്റ് സ്ക്വയർ ബ്രാക്കറ്റ് പ്രസ് ചെയ്യുന്നു. പ്രസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ടൈം ലൈനിൽ കണ്ടില്ലേ ഒരു ഡബിൾ ആരോ ഐക്കൺ ഒരു സിമ്പിൾ വന്നിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഈ ഒരു ക്ലിപ്പ് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും ആ ക്ലിപ്പ് തൊട്ട് റൈറ്റ് സൈഡിലേക്കുള്ള എല്ലാ ക്ലിപ്സും നമുക്ക് സെലക്ട് ആവുന്നതായിരിക്കും. അപ്പോൾ എനിക്ക് റിവേഴ്സാണ് സെലക്ട് ചെയ്യേണ്ടതെങ്കിലോ ഞാൻ എന്ത് ചെയ്യുന്നു, കീബോർഡിലെ ലെഫ്റ്റ് സ്ക്വയർ ബ്രാക്കറ്റ് പ്രസ് ചെയ്യുന്നു. പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ആ ആരോസ് റിവേഴ്സ് ആവുന്നതായിരിക്കും. അതിനുശേഷം ഞാൻ ഈ ഒരു ക്ലിപ്പ് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും ആ ക്ലിപ്പ് തൊട്ട് ബാക്കിലോട്ടേക്കുള്ള എല്ലാ ക്ലിപ്സും സെലക്ട് ആവുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ നിങ്ങൾ വീഡിയോ ലാസ്റ്റ് വരെ കണ്ടതുകൊണ്ട് നിങ്ങൾക്കൊരു ബോണസ് ഷോർട്ട് കട്ട് വരുന്നതായിരിക്കും. ഇവിടെ നമ്മുടെ വീഡിയോയുടെ എഡിറ്റ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, കൺട്രോൾ ഇ പ്രസ് ചെയ്യുന്നു. കൺട്രോൾ ഇ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഒരു എക്സ്പോർട്ട് സെറ്റിങ്സിൻ്റെ ഒരു എക്സ്പോർട്ട് വിൻഡോ നമുക്കിവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇതിന് ശേഷം നമുക്കിവിടെ ഫയൽ നെയിം അതുപോലെ തന്നെ വീഡിയോ സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ചേഞ്ച് ചെയ്തതിന് ശേഷം നമുക്ക് എക്സ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.